ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പ്രധാന കട്ടള, വീട്ടിൻ്റെ പ്രധാന കട്ടള വയ്ക്കുന്ന ചില പ്രൊസീജിയറിനെ കുറിച്ചും അതിൻ്റെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചും, പഴയ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം നമ്മളിപ്പോൾ അത് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചെക്ക് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐശ്വര്യം വരാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയിൻ ഡോർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എൻ്റെ അനുഭവത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലും ഇത് ചെയ്യാതെ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടള ഒരു സമയം നോക്കി, നല്ല സമയം നോക്കി കട്ടള എടുത്ത് വയ്ക്കുമെന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പലയിടത്തും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പം അത് കയ്യിൽ നിന്നും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതായത് പ്രധാന കട്ടള, അപ്പം നമ്മൾ തേക്കിലായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാവിലായിരിക്കും ചെയ്യുന്നത്. ഈ കട്ടളയെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ചന്ദനം, കുങ്കുമം, ഹാരം എല്ലാം തോരണമൊക്കെ വെച്ച് നന്നായിട്ട് നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് എവിടെയാണോ നമ്മൾ ആ പ്രധാന ഡോർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ആ പൊസിഷനിൽ വയ്ക്കുന്നതിന് മുമ്പ് അതിനോട് ചേർത്ത് ഒരു സ്ഥലത്ത് വയ്ക്കുക. വച്ചതിന് ശേഷം പ്രധാനിയായ മേസ്ത്രി അല്ലെങ്കിൽ പ്രധാനിയായ ആശാരി ഇവർ ഇതിനെ പൂജിക്കണം. ഇതിൽ പ്രധാന മേസ്ത്രി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള മേസ്ത്രി അതിൽ പൂജകൾ ചെയ്ത് അതെങ്ങോട്ട് നോക്കി നിന്ന് പൂജ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി നിന്ന് വേണം അദ്ദേഹം പൂജ ചെയ്യാനാണ്. അത് കണക്കാക്കിയിട്ട് വേണം കട്ടള അവിടെ കൊണ്ട് വയ്ക്കാനായിട്ട്. പൂജ ചെയ്തതിന് ശേഷം ഈ കുടുംബാംഗങ്ങളെല്ലാം, ഉടമസ്ഥൻ അടക്കമുള്ള എല്ലാ കുടുംബാംഗങ്ങളും അതിൽ പൂജ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ അവർ ചെറിയ ഒരു പൂവെടുത്തിടുകയോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിലൊരു പ്രാർത്ഥന നടത്തുകയോ ചെയ്തതിന് ശേഷം കട്ടള വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചെറിയൊരു ഹോള് ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ നവരത്നങ്ങളോ നാണയങ്ങളോ തുടങ്ങിയ കാര്യങ്ങൾ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ നിക്ഷേപിക്കണം. നവരത്നം അല്ലെങ്കിൽ നാണയം, ഇത് രണ്ടും നമുക്ക് ഊർജം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അവിടെ നമ്മൾ നിക്ഷേപിച്ചതിന് ശേഷം അതങ്ങ് ഈ ചാന്തിട്ടങ്ങ് അടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വാതിലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മർമ്മദോഷം ഒഴിവാക്കാനായി നമ്മൾ പഞ്ചശിരസ് വയ്ക്കുന്നൊരു പതിവുണ്ട്. ആ പഞ്ചശിരസ് വലത്ത് ഭാഗത്തോട്ട് നീക്കി, ഇതേ പൊസിഷനിൽ തന്നെ വലത്ത് ഭാഗത്തോട്ട് നീക്കി പഞ്ചശിരസും നമ്മൾ വയ്ക്കുക. ഈ പഞ്ചശിരസും വച്ചതിന് ശേഷമാണ് നമ്മൾ വാതിലിനെ എടുത്ത് ആ പൊസിഷനിലേക്ക് വയ്ക്കുന്നത്. വാതിലിനെ എടുത്ത് പൊസിഷനിലേക്ക് വയ്ക്കുമ്പോൾ മേസ്തിരി ഒറ്റയ്ക്കല്ലാതെ ചെയ്യേണ്ടത്, ഇതെല്ലാവരും ഇവിടെ നിൽക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് വേണം ആ കവാടത്തിനെ എടുത്ത് വയ്ക്കാനായിട്ട്, നമ്മൾ കട്ടള എടുത്ത് വയ്ക്കാനായിട്ട്. കട്ടള എടുത്ത് വച്ചതിന് ശേഷം അത് ഉറപ്പിച്ച് നല്ലോണം കെട്ടി ബലപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു കാര്യം സ്ഥിരം പണ്ട് നടക്കുന്ന, ഇപ്പോഴും നീങ്ങുന്ന കർണാടകയിലും ആ ഭാഗത്തൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതായത് പൂർണ്ണ കുംഭവുമായി അല്ലെങ്കിൽ ജലം നിറച്ചൊരു കുടവുമായി 3 സ്ത്രീകളെ 3 തവണ അതിനകത്തോട്ട് കയറ്റി വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതൊരു ആചാരം പോലെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഈ മറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയും ഈ കട്ടള വയ്ക്കുന്ന ചടങ്ങിനെ വളരെ ഒരു സമയം നോക്കി കൃത്യമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വിചാരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കട്ടള വയ്ക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. പണ്ട് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ ഇപ്പോൾ 3 സമയത്താണ് വാസ്തുബലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂമി കല്ലിടുന്നതിന് മുമ്പ്, പ്രധാന കട്ടള വയ്ക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഗൃഹപ്രവേശത്തിന് മുമ്പ്, ഈ 3 സമയത്താണ് വാസ്തുബലി ചെയ്യാനായിട്ട് നിർദ്ദേശമുള്ളത്. പക്ഷേ അതിലിപ്പോൾ നമ്മളിപ്പം ഗൃഹപ്രവേശ സമയത്ത് മാത്രമാണത് ചെയ്ത്. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോകത്ത് നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ജീവിത രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ പാലിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഒരു ഒറ്റ ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കട്ടള വയ്ക്കുന്നത് ഇപ്പോൾ വാസ്തുബലിയൊന്നും നടത്തിയില്ലെങ്കിലും കട്ടള വയ്ക്കുന്ന പ്രൊസീജിയർ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പൂജയും ഈ പറഞ്ഞ പോലെ എല്ലാവരും ചേർന്ന് വയ്ക്കുന്ന ഒരു കാര്യവും പിന്നെ ഈ നാണയത്തിൻ്റെ സമ്പൽ സമൃദ്ധി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നാൽ വളരെ നല്ലതാണ്. പഞ്ചശിരസ് എന്ന് പറയുന്നത് നമ്മൾ മർമ്മദോഷം ഒഴിവാക്കാൻ വേണ്ടി വയ്ക്കുന്നതാണ്. അതും നമ്മൾ ചെയ്താൽ കൊള്ളാം. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.